പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം കരയറ്റുന്നു. ഇന്ന് രാവിലെ ദൈവവചന പഠനത്തിനായിട്ട് വീണ്ടും ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമുക്ക് ഈ അവസരം എന്താണെന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് നമ്മെ സൂക്ഷിച്ചു. വിവിധങ്ങളായ പ്രയാസങ്ങളും അനർത്ഥങ്ങളും നിറഞ്ഞ ലോകത്തിൽ നമ്മെ പരിപാലിച്ച എല്ലാ വിധങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് മഹത്വം കരയറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ വീണ്ടും ആയിരിക്കാം. വചന പഠനത്തിനുള്ള സമയമാണ്. നമ്മുടെ പഠനത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ഗിരിപ്രഭാഷണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നൽകിയ ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യാവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെർമൺ ഓൺ ദ മൗണ്ടിൽ നിന്ന് ദ ബിയാറ്റിറ്റ്യൂഡ്സ്. ഒന്നാമത്തെ ബിയാറ്റിറ്റ്യൂഡ്, ഒന്നാമത്തെ ഭാഗ്യാവസ്ഥയാണ് നമ്മൾ വായിച്ചത്. അത് പഠിക്കുവാൻ ആരംഭിച്ചു. മൂന്നാമത്തെ വാക്യത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ, അത് നമ്മൾ ചിന്തിപ്പാൻ ആരംഭിച്ചിരുന്നു. ഇന്ന് അതിൽ നമുക്ക് തുടരാം. ഭാഗ്യം ഉള്ളവർ അല്ലേ, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പം ഭാഗ്യാവസ്ഥ എന്നീ വാക്ക്, അല്ലെങ്കിൽ ബ്ലസ്ഡ് എന്നുള്ള വാക്ക്, അതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം മക്കാരിയോസ് എന്നാണ്. മക്കാരിയോസ്, ഈ ശബ്ദം ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പല ബിഷപ്പുമാരുടെയൊക്കെ പേരിനോട് ചേർത്ത് മക്കാരിയോസ് വന്നത് കേട്ടിട്ടുണ്ടല്ലേ. മക്കാരിയോസ് എന്നുള്ള പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലസ്ഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് വാസ്തവത്തിൽ ദേവന്മാരെക്കുറിച്ച് പറയുന്ന ഗ്രീക്കുകാർ, അവരുടെ ദേവന്മാരുടെ സന്തോഷത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ മക്കാരിയോസ് എന്നുള്ള വാക്ക്. എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലസ്ഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ദേവന്മാർക്ക് എത്ര സന്തോഷമുണ്ടോ, മനുഷ്യർക്ക് എടുത്തു കളയാൻ മേലാത്ത ദേവന്മാരുടെ സന്തോഷം എന്ന് അസ്യൂം ചെയ്യപ്പെടുന്നത്, അനുമാനിക്കുന്നത് ഇവിടെ എടുത്തു പറയാം മക്കാരിയോസ് ആണ്. ആരെ? ആത്മാവിൽ ദരിദ്രർ ആയവർ. സൈപ്രസ് ഹേ മക്കാരിയ എന്ന് പറയാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മീൻസ് ദ ഹാപ്പി ഐലൻഡ്, ഏറ്റവും സന്തോഷം നിറഞ്ഞ ഐലൻഡ്, ദ്വീപ്. ലവ്ലി, ഫെർട്ടൈൽ, റിച്ച് പ്ലേസ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞ. എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ പിന്നെ വേറെ അങ്ങോട്ടും ആളുകൾ പോകത്തില്ല. കൊല്ലം കണ്ടവന് കേട്ടിട്ടില്ലേ? ഇല്ലം വേണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന്. ശരിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ ഒരു ചൊല്ലുണ്ട് അല്ലേ. എന്ന് പറയുന്നത് പോലെ സൈപ്രസ് ഹേ മക്കാരിയ, സൈപ്രസ് ദ്വീപിൽ ചെല്ലുന്ന ഒരാളിന്, സൈപ്രസിൽ വിസിറ്റ് ചെയ്ത ചില വർഷങ്ങൾക്ക് മുമ്പ്, 3-4-5-8 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട്. വളരെ മനോഹരമായ ദ്വീപ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദ്വീപ്. The wonderful climate, flowers, fruits, trees, minerals, natural resources, and containing all these in that island. ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഈ സൈപ്രസിൽ ചെന്നാൽ പിന്നെ വേറെ എങ്ങും പോകാൻ ആളുകൾ ആഗ്രഹിക്കാത്തതുപോലെ ഈ ഭാഗ്യാവസ്ഥയെന്ന് പറയുന്നത് ഏറ്റവും ഇതിനപ്പുറത്തൊന്നില്ല എന്ന് പറഞ്ഞു, ആർക്കും എടുത്തു കളയാൻ മേലാത്ത ഒരു ഭാഗ്യാവസ്ഥ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. സൈപ്രസ് ഹേ മക്കാരിയ. അപ്പം ബ്ലസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഞാൻ അതിനുവേണ്ടിയാണ് പറഞ്ഞത് ദേവന്മാരുടെ സന്തോഷം എന്ന് ഗ്രീക്കുകാർ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇത് മനുഷ്യരുടെ സാഹചര്യങ്ങളിലോ പരിതസ്ഥിതികളിലോ അത് അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നതല്ല. പ്രത്യുത ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ജോയിയാണ്, ഒരു അൺടച്ചബിൾ, അൺചേഞ്ചബിൾ, ഇൻഡിപെൻഡൻ്റ് ഓഫ് ഓൾ ചേഞ്ചസ് ആൻഡ് ചാൻസസ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കൊന്നും മാറ്റാൻ പറ്റുകയില്ലാത്തൊരു സന്തോഷം, ഒരു ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ കർത്താവ് പറയുകയാണ്, ആത്മാവിൽ ദരിദ്രരായവർ മക്കാരിയോസ, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ മക്കാരിയോസ എന്ന് പറഞ്ഞാൽ അവരുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റത്തില്ല. ഇതിനപ്പുറത്ത് വേറെ ഒരു സന്തോഷം ഇല്ല. കാരണം അവർ സ്വർഗരാജ്യം
അവർക്കുള്ളതാണ്, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയും. അപ്പോൾ ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷം, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കോൺട്രഡിക്ഷൻ വരുന്ന സന്തോഷം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെയൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തു വേണം, അല്ലേ? ഇങ്ങനെയൊരു ഭാഗ്യാവസ്ഥ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ കർത്താവ് ഇവിടെ പറയുന്ന കാര്യം ഒരു കോൺട്രഡിക്ഷനായിട്ട് നമുക്ക് തോന്നാം, ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം. എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഗ്രീക്ക് ഭാഷയിൽ ഈ വേർഡ് പുവർ, അവിടെ ബ്ലസ്ഡ് എന്നുള്ള വാക്ക് നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ ചിന്തിച്ചു. ഇനിയും ഗ്രീക്ക് ഭാഷയിൽ തന്നെ പുവർ എന്നുള്ള വാക്കിന് ഉള്ള അർത്ഥം, അതിനും രണ്ട് വിധത്തിലുള്ള അർത്ഥം ഉണ്ടാകാം. യവനായ ഭാഷയിൽ ഈ പദത്തിന് പുവർ, ദാരിദ്ര്യം, ദരിദ്രർ എന്നുള്ള പദത്തിന് രണ്ട് വിധത്തിലുള്ള കൊണോട്ടേഷനുണ്ട്, അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ദിവസം പ്രതി അന്നന്നത്തേക്കുള്ള ആഹാരം ചോദിച്ചു വാങ്ങുന്ന, അധ്വാനിച്ച് സമ്പാദിക്കുന്ന കൂട്ടം, അല്ലേ? അവർക്ക് സൂപ്പർഫ്ലൂവസ് ആയിട്ടുള്ള ലൈഫൊന്നും പറ്റത്തില്ല, വലിയ ലക്ഷറിയിലൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഡെയിലി ബേസിസിലാണ്, അല്ലേ? ഹാൻഡ് ടു മൗത്ത് ജീവിക്കുന്നവരെന്ന് പറഞ്ഞവർ, കിട്ടി അത് കഴിച്ചു, അന്നേക്കുള്ള ആഹാരം കിട്ടി ജീവിക്കുന്നവരാണ്, അല്ലേ? അപ്പോൾ അവർ ധനികരല്ല, എന്നാൽ അനാഥരും അല്ല. അന്നത്തേക്കുള്ളത് വകയ്ക്ക്, അഹോവൃത്തിക്കുള്ള വക അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ജീവിക്കുന്നവർ ഒന്നുമില്ലാത്തവരല്ല, പക്ഷേ ധാരാളമുള്ളവരും അല്ല. ഗ്രീക്ക് ഭാഷയിൽ പൂവർ എന്നുള്ള വാക്കിന് ഇങ്ങനെ ഒരർത്ഥം കൂടിയുണ്ട്, അന്നത്തേക്കുള്ള ആഹാരം കൊണ്ട് ജീവിക്കുന്നവർ. രണ്ടാമത് വേറൊരർത്ഥമുള്ളത് അബ്ജക്റ്റ് പോവർട്ടി ജീവിക്കുന്നവരാണ്, ഒന്നുമില്ലാത്തവർ, ഒന്നും ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പാനില്ല, ധരിപ്പാൻ വസ്ത്രങ്ങളില്ല വേണ്ടതുപോലെ, പാർപ്പാനൊരിടമില്ല, ഏറ്റവും അശരണരായ ഒന്നുമില്ലാത്തവർ എന്ന് പറയാവുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടെ പരാമർശം. അബ്ജക്റ്റ് പോവർട്ടി. ആദ്യം പറഞ്ഞത് ഡെസ്റ്റിറ്റ്യൂട്ട്സ് അല്ല, അനാഥരല്ല, അല്പം എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ജീവിച്ചു പോകാം, അഹോവൃത്തി കഴിക്കാം. രണ്ടാമത് പറയുന്നത് ഒന്നുമില്ലാത്ത പാവപ്പെട്ടവർ. കർത്താവ് ഇവിടെ ഏത് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നറിയാമോ? ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഏതർത്ഥമാണെന്നറിയാമോ? ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ? ചിലർ പറയുന്നത് ഒന്നാമത്തേതാണ്, ചിലർ പറയുന്നത് രണ്ടാമത്തേത്. നാച്ചുറലി നമുക്ക് സംശയം വന്നു പോകും. വസ്തുതയിൽ കർത്താവ് ഇവിടെ പറയുന്നത് ഈ ആബ്ജക്റ്റ് പോവേർട്ടി ജീവിക്കുന്ന ഒരു ഭാഗ്യമുള്ളവരെന്നാണ്. ഒന്നും ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ എന്നാ അവിടെ പറയുന്നത്. എന്തായിരിക്കാം അങ്ങനെ കർത്താവ് പറഞ്ഞത്, അല്ലേ? ജീസസ് ഈസ് സെയിങ് ബ്ലെസ്സഡ് ഈസ് ദ പേഴ്സൺ ഹു ഈസ് ആബ്സല്യൂട്ട്ലി പുവർ ഓർ പോവർട്ടി സ്ട്രിക്കൺ എന്ന. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ അരാമ്യ ഭാഷയും എബ്രായ ഭാഷയിലും ദരിദ്രർ, പുവർ എന്നുള്ള ആ ക്ലാസ്സിലുള്ള ആളുകൾ അണ്ടർവെന്റ് എ 4-stage ഡെവലപ്മെൻ്റ് എന്നാണ് പറയുന്നത്. 4 വിധത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റിലൂടെ അവർ കടന്നു പോകാനിടയാകും. അങ്ങനെയുള്ള പാവപ്പെട്ടവർ, ദരിദ്രർ. ഒന്ന്, ദേ ബിഗാൻ ബൈ സിംപ്ലി മീനിങ് പുവർ, പാവപ്പെട്ടവർ, ഒന്നുമില്ലാത്തവർ, സമൂഹത്തിൽ അങ്ങനെ എണ്ണപ്പെടുന്നവർ. ഒന്ന്. രണ്ട്, അവർക്കൊന്നുമില്ലാത്തവരായതുകൊണ്ട് അവർക്ക് സമൂഹത്തിന്മേൽ യാതൊരു സ്വാധീനവും ഇല്ല. സമൂഹത്തിന്മേൽ സ്വാധീനമുള്ളത് ആർക്കാ? സമ്പന്നർക്കാ, ധനവാന്മാർക്ക്, അല്ലെങ്കിൽ കഴിവുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക്. പക്ഷെ ഇവർ എങ്ങനെയുള്ളവരാ? ആബ്ജക്റ്റ് പോവർട്ടി ജീവിക്കുന്നവർ, ഒന്നുമില്ലാതെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് സമൂഹത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്തവർ. മൂന്നാമത്തെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒന്നുമില്ലതാനും സമൂഹത്തിൽ അവർക്ക് സ്വാധീനവുമില്ല,
അതുകൊണ്ട് അവരെ ധനവാന്മാരും സമ്പന്നന്മാരും ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അവരെ ധനവാന്മാരും സമ്പന്നന്മാരും ഒക്കെ, ഹലോ എവിടെയോ നിങ്ങൾ പോയി ഇടയ്ക്കല്ലേ, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചൂഷണം ചെയ്യുകയാണ്. കാരണം അവരെ ചൂഷണം ചെയ്താൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. ആബ്ജക്റ്റ് പോവർട്ടി ജീവിക്കുന്നവർ, ഒന്നുമില്ലാതെ ജീവിക്കുന്നവരാ. അതുകൊണ്ട് അവർ ദരിദ്രരാണ്, അവർക്ക് സമൂഹത്തിന്മേൽ സ്വാധീനമില്ല. മർദ്ദിത, ചൂഷിതർ എന്നൊക്കെ നമ്മൾ പറയുന്ന ചൂഷണം ചെയ്യപ്പെടുന്നു. അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. ഇപ്പം നോക്കണം, പാവപ്പെട്ടവരാ, സമൂഹത്തിൽ സ്വാധീനമില്ല, ചൂഷണം ചെയ്യപ്പെട്ടവർ ജീവിക്കുകയാണ്. അതുകൊണ്ട് നാലാമത്തെ കാര്യം, ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് അവരെന്ത് ചെയ്യുക? ദേ റൺ ടു ഗോഡ്, പുട്ടിങ് ദെയർ ഹോൾ ട്രസ്റ്റ് ഇൻ ഹിം. അതാ അതിൻ്റെ അർത്ഥം. അവരെന്ത് ചെയ്യുക? വേറെ യാതൊരു ഉപാധികളുമില്ല, മാർഗങ്ങളുമില്ല, വഴിയുമില്ല. സമൂഹത്തിൽ ചൂഷണം ചെയ്യപ്പെടുകയാണ്, സമൂഹത്തിൽ യാതൊരു സ്വാധീനവുമില്ല, സമ്പന്നരല്ല. ഞങ്ങൾക്കുള്ള ഏക വഴി എങ്ങോട്ട് പോകാനാ? ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലാനായിട്ട്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. അപ്പോൾ ഇവിടെയുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്, ദരിദ്രരെന്ന് പറയുന്ന ആരാ? സകല കഷ്ടങ്ങളിൽ നിന്നും, കഷ്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ ആശ്രയിപ്പാൻ മറ്റൊരിടമില്ല എന്നറിഞ്ഞ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരിച്ചറിയുന്നവരാ. മറ്റാരിലും ആശ്രയിക്കാനുണ്ട് എന്ന് തോന്നിക്കഴിയുമ്പം ഈ ആബ്ജക്റ്റ് പോവർട്ടി അല്ല. സമൂഹത്തിൽ ആശ്രയിക്കാം, എൻ്റെ റിസോഴ്സസിൽ ആശ്രയിക്കാം, എൻ്റെ ബന്ധങ്ങളിൽ ആശ്രയിക്കാം, എൻ്റെ സ്ഥാനത്തിലും ഇല്ല, ഇതിലൊന്നും ആശ്രയിക്കാനില്ലാത്ത ഒരാൾ, തന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത ആള് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടി അണയുകയാണ്, ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്ന ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്തുവാ? അല്പം കൂടെ ഞാനതിനെ പിന്നീട് വിശദീകരിക്കാം. നിങ്ങൾ തെറ്റായിട്ട് ധരിക്കരുത്. ഈ ആത്മാവിൽ ദരിദ്രരായവരെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം, ഭൗതികമായിട്ടുള്ള ദാരിദ്ര്യത്തെക്കുറിച്ച് അല്ല പറയും. അത് ഞാൻ പിന്നീട് അതിലേക്ക് വരാം. സോ അത് തെറ്റിദ്ധരിപ്പാൻ ഇടയാകരുത്. അപ്പം ഇത് പറയുന്നതിൻ്റെ അർത്ഥം, ബ്ലസ്സഡ് ഈസ് ദ മാൻ ഹു ഹാസ് റിയലൈസ്ഡ് ഹിസ് ഓൺ helplessness and has put his whole trust on God. താൻ തന്നെ എത്ര നിരാശ്രയനാണ്, ആശ്രയിപ്പാൻ മറ്റൊരു സ്ഥാനമില്ലെന്ന് തിരിച്ചറിയുന്ന, അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് ശരണത്തിനായിട്ട് ഓടിപ്പോകുന്നവനെയാണ് ഇവിടെ കർത്താവ് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായ. അപ്പോൾ ഒരു attachment in knowing that God alone is my security. ദൈവം മാത്രമാണ് എൻ്റെ അഭയസ്ഥാനം എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ഓടിപ്പോകുന്നവനാണ് അവർ. അറ്റാച്ച്മെൻ്റ് ഉള്ളയാൾ. സങ്കീർത്തനക്കാരൻ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം എന്നോട് പറയുകയാണ്. ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഭയം ഉണ്ടാകുന്ന നാളിലെല്ലാം എനിക്ക് തിരിച്ചറിവ് ഉണ്ടാകും. എന്തുവാ? ഒരു തിരിച്ചറിവുണ്ട്, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കും. സോ തൻ്റെ തന്നെ ഒന്നുമില്ലായ്മ, അവലംബത്തിനൊരു ആശ്രയത്തിനൊരു മാർഗമില്ലാത്ത തിരിച്ചറിവുണ്ടാകുന്ന ആളാണ് യഥാർത്ഥ ദരിദ്രൻ. അവർക്കൊരു ദൈവത്തോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അതോടൊപ്പം തന്നെ
ലോകത്തോടുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റും അവർക്കുണ്ടാകുവാൻ തക്കവണ്ണം ഇവിടെയാകും. ഞാൻ മുന്നോട്ട് പോകാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ദൈവം ഒരു പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആർക്കാന്നാണ് പറഞ്ഞത്? നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ദൈവം എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കാ? അനാഥർക്ക്, അല്ലേ? ഒന്നുമില്ലാത്തവർക്ക്, എളിയവർക്ക്. എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം അങ്ങനെയുള്ളവർക്ക് ദൈവം പ്രത്യേക പരിഗണനകൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. യെശയ്യാപ്രവചനം 57 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 15 വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, പക്ഷേ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെ വസിക്കുന്നു. താഴ്മയുള്ളവരോട് കൂടെ, മനോവിനയമുള്ളവരോട് കൂടെ, മനസ്താപമുള്ളവരോട് കൂടെ വസിക്കുന്നവനായ ദൈവം. അപ്പോൾ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ദാരിദ്ര്യം ഉണ്ടോന്ന്. ദരിദ്ര ശിരോമണി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് ലോകത്തിലെ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരെയാണ്. എന്നാൽ അങ്ങനെയുള്ളവരെ അല്ല കർത്താവ്, അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. ദാരിദ്ര്യം കൊണ്ട് ദൈവത്തിന് പ്രസാദമുണ്ടാകുമെന്ന് വചനത്തിൽ ഒരിടത്തിലും പറഞ്ഞിട്ടില്ല. സമ്പന്നരെ ദൈവത്തിന് ഇഷ്ടമല്ലെന്നും പറഞ്ഞിട്ടില്ല. ദൈവം പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മർദ്ദിതർക്കും ചൂഷിതർക്കും അശരണരുമായിട്ടുള്ളവർക്കായിരിക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആരുടെ കൂടെ വസിക്കാനാ? യെസ്, മനസ്താപമുള്ളവർ, താഴ്മയുള്ളവർ, അല്ലേ, വിനയം ഉള്ളവർ, അവരുടെ കൂടെ വസിക്കാനാണ്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷകളുടെ ആരംഭമായിട്ട് നസ്രയത്തിലെ സുനഗോഗിൽ പ്രവേശിച്ചിട്ട് കർത്താവ് പറയുവാൻ തക്കവണ്ണമിടയായി 4 അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായം 18 വാക്യം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അപ്പോൾ നോക്കണം, കർത്താവ് സുവിശേഷം എല്ലാവരോടും അറിയിച്ചതാണ്. പക്ഷേ പ്രത്യേകാൽ ഇവിടെയെല്ലാം ആ പദങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുവാ? ദരിദ്രന്മാരെന്ന് പറഞ്ഞാൽ കർത്താവിൽ മാത്രം ആശ്രയം കണ്ടെത്തുന്നു, മറ്റ് രക്ഷയ്ക്ക് മാർഗമൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായി ദൈവത്തോട് ഏറ്റുപറയുന്നവർ, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടയപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പം കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയാതെ പോകരുത് കേട്ടോ. ദൈവത്തിൽ മാത്രം ശരണം എന്ന് കണ്ടെത്തുന്നവർ. Nothing in my hands I bring, simply to thy cross I cling. Naked come to thee for dress, helpless look to thee for grace. Foul I to the fountain fly, wash me Savior or I die. ഇത് തിരിച്ചറിയുന്നവരാ. Nothing in my hand I bring. എനിക്ക് കൈ കൊണ്ടുവരാനായിട്ട് ഒന്നുമില്ല കർത്താവേ, അങ്ങയുടെ അടുത്ത് വരുമ്പോൾ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പേ കുമ്പിടുന്നു രക്ഷിക്ക എന്നെ പോ താഴ്മയാ രക്ഷിക്ക എന്നെ പോ.
അപ്പോൾ കർത്താവോട് പറയുന്ന ദരിദ്രരുടെ ഭാഷ എങ്ങനെയുള്ളതാണ്? അഹങ്കാരത്തിൻ്റെ ഭാഷയല്ല, അഹമ്മദിയുടെ ഔദ്ധ്യത്വത്തിൻ്റെ ഭാഷയല്ല. അവരുടെ ഭാഷ ഇതാ: സാധു, ക്ഷീണൻ, കുരുടൻ, സർവവും എനിക്ക് എച്ചിൽ. അതുകൊണ്ട് കർത്താവേ, നീ മാത്രം ശരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുന്നവരെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. കർത്താവ് അതിനെ വിവരിച്ച് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ടൊരു ഉപമ പറഞ്ഞല്ലോ. ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ രണ്ടുപേരെ കുറിച്ചാണ് പറഞ്ഞതല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണമാണ്. ആരൊക്കെയാ? ഒരു പരീശനും ഒരു ചുങ്കക്കാരൻ. The Pharisee and the tax collector. The pompous Pharisee and the lowly tax collector. വലിയ ആർഭാടമുള്ള, വലിയ അഹങ്കാരവും ഔദ്ധത്യമൊക്കെ ഉള്ളവും ഉയർച്ച ഭാവിച്ചിരുന്ന പരീശൻ. അദ്ദേഹം ഓർത്തിരുന്ന അദ്ദേഹം സ്വർഗരാജ്യത്തിൽ കയറി കഴിഞ്ഞതാണ്. അവൻ തൻ്റെ ആത്മാവിൽ ദരിദ്രനല്ലായിരുന്നു, പ്രത്യുത he was proud in his spirit. അവൻ്റെ ആത്മാവിൽ വലിയ അഹങ്കാരമുള്ളവൻ. എന്നാൽ പാവപ്പെട്ടവനായ, അപ്പോൾ അവൻ ഓർത്തു, ഈ സ്വർഗത്തിൽ കയറിയെന്ന് പറയുന്നത് തൻ്റെ നന്മ, പ്രവൃത്തി ഇതെല്ലാം കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തോട്ട്, നിൻ്റെ നീതിപ്രവൃത്തികളെല്ലാം എൻ്റെ മുമ്പാകെ കറവരണ്ട തുണി പോലെ ഇരിക്കുന്നെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അവൻ്റെ ഓർമ്മയും വന്നില്ലല്ലോ. അതുകൊണ്ട് അവൻ വിളിച്ചു പറയുക, കർത്താവേ, എനിക്ക് നിൻ്റെ അടുത്ത് വരാനൊക്കെ അവകാശമുണ്ട്. കാരണം ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നു, ഞാൻ നീതിമാനാണ്. ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ, ആ മാറി നിൽക്കുന്ന, ദൂരത്ത് നിൽക്കുന്ന ചുങ്കക്കാരനുണ്ടല്ലോ, അവനെ പോലെ അല്ല ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ലഭിക്കുന്നതിനൊക്കെയും പതാരം കൊടുക്കും. ഇതെല്ലാം പറഞ്ഞവൻ ഒരു പ്രസംഗം, പ്രാർത്ഥനയൊന്നും അവിടെ ഇല്ല, ഒരു പ്രസംഗം മാത്രമേ ഉള്ളൂ. ദൈവത്തോട് തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ ഗുണഗണങ്ങളെല്ലാം പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് കർത്താവ് കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ട് പറയുക, ചുങ്കക്കാരനോ ദൂരവേ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും തുനിയാതെ മാറത്തടിച്ച് നിലവിളിച്ചും കൊണ്ട് കർത്താവിനോട് പറയുക, കർത്താവേ, പാപിയായ എന്നോട് അവൻ്റെ കയ്യിൽ കൊണ്ടു ചെല്ലാൻ ഒന്നുമില്ല. നന്മപ്രവൃത്തികൾ, യോഗ്യതകൾ ഒന്നുമില്ല. ആകപ്പാടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ തകർന്ന ഹൃദയം മാത്രമേ ഉള്ളൂ. അപ്പോൾ മനോവ്യസനമുള്ളവരോടുകൂടെ, മനസ്താപമുള്ളവരോടുകൂടെ, മനോവിനയമുള്ളവരോടുകൂടെ വസിപ്പാൻ നോക്കിയിരിക്കുന്ന ദൈവം. അതാ കർത്താവ് അത് പറഞ്ഞ ആ ഉപമ കൺക്ലൂഡ് ചെയ്യുന്ന എന്ത് പറഞ്ഞ, ഈ ചുങ്കക്കാരൻ പറഞ്ഞേ എങ്ങനെ വീട്ടിലോട്ട് പോയി? നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. പരീശനോ അങ്ങനെ അല്ലാതാനും. ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ വാട്ട് വി ആർ സപ്പോസ് ടു ബി, അല്ലേ? ഈ നമ്മുടെ ഭാഷ ഇങ്ങനെ ആകുന്നത് വരെയും, ഇതായിത്തീരുന്നത് വരെയും ദൈവസന്നിധിയിൽ നിന്നുള്ള അംഗീകാരം നമുക്ക് കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. നമ്മുടെ ഭാഷ മാറണം. സംസാരത്തിൻ്റെയും നമ്മുടെ അവകാശവാദങ്ങളും ക്ലെയിംസും കൗണ്ടർ ക്ലെയിംസും എല്ലാം നടത്തി ആരെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഭാഷയ്ക്കൊരു മാറ്റം വരുമോ? ആകെപ്പാടെ പറയാൻ പറ്റുന്ന, കർത്താവേ, ശരണമെൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടെ താഴ്മയായി കുമ്പിടുന്നേ. നിൻ്റെ അടുത്തോട്ട് വരാനായി, എൻ്റെ കയ്യിൽ കൊണ്ടുവരാനായി ഒന്നും.
സ്തോത്രം. നമുക്കെല്ലാം ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരാളാണല്ലോ പാടിയത് ആ മനോഹരമായ പാട്ട്. നിങ്ങൾ ആ പാട്ട്, അതിൻ്റെ സ്റ്റോറി, ബാക്ക്ഗ്രൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അമേസിങ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റച്ച് ലൈക്ക് മീ. എന്നെപ്പോലെയുള്ള ഒരരിഷ്ടനെ രക്ഷിച്ച ദൈവത്തിൻ്റെ മഹാകരുണ. ഇന്ന് രാവിലെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ചെക്ക് നടക്കുക. ഒരു ആറ്റിറ്റ്യൂഡ് ചെക്ക്. നമ്മുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റം വേണോ? നമ്മുടെ ഭാവവാഹാദികൾക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ഇടപാടുകൾക്ക് ഒരു മാറ്റം ഉണ്ടാകണമോ? നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രകീർത്തിക്കാനായിട്ട്, വാഴ്ത്തിപ്പാടുവാനായിട്ട് നമ്മിൽ ഗുണഗണങ്ങൾ ഒന്നും വസിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവോടെ നമ്മുടെ ഭാഷയൊന്ന് മാറാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമോ? ഒരു ആറ്റിറ്റ്യൂഡ് ചെക്ക്. ജോൺ കാൽവിൻ പറഞ്ഞു, ഹി ഓൺലി ഹൂ ഈസ് റെഡ്യൂസ്ഡ് ടു നത്തിങ് ഇൻ ഹിംസെൽഫ് ആൻഡ് റിലൈസ് ഓൺ ദ മെഴ്സി ഓഫ് ഗോഡ് ഈസ് പൂർ ഇൻ സ്പിരിറ്റ്. ഹി ഓൺലി ഹൂ ഈസ് റെഡ്യൂസ്ഡ് ടു നത്തിങ് ഇൻ ഹിംസെൽഫ്. ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ്. വർഷങ്ങൾ കഴിയുന്തോറും നമുക്ക് നമ്മളെക്കുറിച്ച് ഒന്നുമില്ല എന്നാണോ തിരിച്ചറിവ് ഉണ്ടാകുന്നത്, അതോ കുറച്ചുകൂടെ എക്സ്പീരിയൻസൊക്കെ ആയി, കുറച്ചുകൂടെ കഴിവും അറിവും ലോകപരിചയവും പ്രവർത്തന പരിചയമൊക്കെ ആയെന്നുള്ള ചിന്തയാണോ, അതോ ഐ എം റെഡ്യൂസ്ഡ് ടു നത്തിങ്? ഓരോ ദിവസം കഴിയുന്തോറും ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ്. സ്തോത്രം. ഡിപ്പെൻഡൻറ്റ് ഹ്യൂമിലിറ്റി ഓഫ് എ ലിറ്റിൽ ചൈൽഡ്. ആശ്രയിക്കാൻ പറ്റുന്നൊരു കൊച്ചു കുഞ്ഞിൻ്റെ താഴ്മ. യേശുകർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം. പ്ലെയിൻ ലാംഗ്വേജിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരിഞ്ഞ ശിശുക്കളെ പോലെ. ഡിപ്പെൻഡൻറ്റ് ഹ്യൂമിലിറ്റി അത് കാണിക്കുന്നത്. താഴ്മയോടെ തൻ്റെ പിതാവിൽ, മാതാവിൽ, കുടുംബത്തിലൊക്കെ ആശ്രയിക്കുന്നൊരു കൊച്ചു പൈതലിനെ പോലെ. ആരോ പറഞ്ഞു, സ്വർഗരാജ്യത്തിലേക്ക് കയറുന്ന വാതിലിന് 1 മീറ്റർ ഹൈറ്റേ ഉള്ളത്. ആകപ്പാടെ സ്വർഗരാജ്യത്തിലോട്ട് കയറുന്ന വാതിലിന് 1 മീറ്റർ ഹൈറ്റ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ കുനിയാതെ ആർക്കും അങ്ങോട്ട് കയറാൻ മേലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കുനിയാൻ അറിഞ്ഞുകൂടാത്തവർക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. താഴ്മയും വിനയവും ഇല്ലാതെ അങ്ങോട്ട് ആർക്കെങ്കിലും ചെല്ലാമെന്ന്, എത്തിപ്പറ്റാമെന്ന് ആരും വിചാരിക്കരുത്. സ്തോത്രം. അതാ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പരീശന്മാരോർത്തു, അവർ ധനവാനും സമ്പന്നനും ഒക്കെ ആയതുകൊണ്ട്, അവർക്ക് സമൂഹത്തിൽ സ്വാധീനശക്തി ഉള്ളതുകൊണ്ട്, അവർക്ക് ദൈവവചനമൊക്കെ അറിയാവുന്നതുകൊണ്ട്, മനപ്പാടമൊക്കെ ആക്കിയിട്ടുള്ളത് കൊണ്ട് അവർക്ക് സ്വർഗത്തിലെത്തിപ്പെടാമെന്ന് അവർ വിചാരിച്ചു. സെലറ്റ്സ് എന്നൊക്കെ പറയുന്ന ഇടിമക്കളെ പോലെയുള്ള ആളുകൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അവർ വിചാരിച്ചു, ഈ രാജ്യമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത്, യഹൂദന്മാരുടെ രാജ്യമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ദൈവത്തിന് വേണ്ടി വലിയ പടയാളികളായി പൊരുത് നേടി അവർക്ക് സ്വർഗരാജ്യത്തിലെത്താം. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിൽ കയറണമെങ്കിൽ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടായിരിക്കണം. ലവോദിക്ക സഭയുടെ ഉദാഹരണം നമുക്കറിയാം. സമയം കടന്നു പോകാൻ ഞാൻ പെട്ടെന്ന് പറയാം. നമുക്കറിയാവുന്ന ഉദാഹരണമാണ്. 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം അല്ലേ? നമുക്കറിയാവുന്ന വാക്യം. എന്തോ അവിടെ പറയുന്നത്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞും കൊണ്ട് നീ നഗ്നനും അരിഷ്ടനും കുരുടനും ഒക്കെ ആയിരിക്കാൽ, ദരിദ്രനുമൊക്കെ ആയിരിക്കാൽ ഞാൻ നിന്നോട് ബുദ്ധി പറയും. സ്തോത്രം. അപ്പോൾ അവർ പറയുന്നതും അനുഭവമായിട്ടുള്ള വ്യത്യാസം എന്താ? ഇത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ലോകപ്രകാരം നമ്മൾ പറയുമ്പോൾ ആരാ
അനുഗ്രഹിക്കപ്പെട്ടവർ? നമ്മുടെ സാക്ഷ്യങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ദൈവം എന്നെ അനുഗ്രഹിച്ചു, എന്നെ സഹായിച്ചു, ഇന്നതൊക്കെ തന്നു, ഇതെല്ലാം അല്ലേ നമ്മൾ വാഴ്ത്തി പാടുന്നത്, ഉയർത്തി പറയുന്നത്. ആത്മാവിലുള്ളൊരു ദാരിദ്ര്യത്തിലേക്ക് ഞാൻ വന്നു, ദൈവമല്ലാതെ എനിക്ക് ആശ്രയമില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നെന്ന് എത്ര പേര് പറയും? നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സാക്ഷ്യങ്ങളും എല്ലാം റിവോൾവ് ചെയ്യുന്നത്, ചുറ്റിത്തിരിയുന്ന ഏതിൻ്റെ ചുറ്റുപാടുവാ? ഭൗതികമായിട്ടുള്ള നന്മകൾ, ഉയർച്ചകൾ, അനുഗ്രഹങ്ങൾ, അതിനെ വാഴ്ത്തിപ്പാടി അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും. കർത്താവ് പറയുക, യു ആർ എംപ്റ്റി, യു ആർ ഇൻകംപ്ലീറ്റ്, യു ആർ ലാക്കിംഗ്. If you want to inherit the kingdom of God, if you want to see the kingdom of God, if you want to enter into the kingdom of God, be poor in spirit. ഭാഷ മാറാൻ. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്നിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ഈ 7 പ്രത്യേക വിധങ്ങളിൽ ഒരു പ്യൂരിറ്റനായിട്ടുള്ള തോമസ് വാട്സൺ എന്ന് പറയുന്ന ആൾ എഴുതിയ 7 സജഷൻസ് ഉണ്ട്. നമ്മൾ ദാരിദ്ര്യമുള്ളവരാണോ ഇല്ലയോ, അല്ലെങ്കിൽ ആത്മാവിലുള്ള ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, തിരിച്ചറിയുന്നുണ്ടോ എന്ന് ശോധന ചെയ്യാനായിട്ടുള്ള 7 സജഷൻസ്. എല്ലാം പറയാൻ സമയമില്ല. ആദ്യം 1 പറഞ്ഞ് തുടങ്ങാം. ഒന്നാമത്തേത്, യഥാർത്ഥ ആത്മാവിലുള്ള ദാരിദ്ര്യം നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? യു വിൽ ബി വീൻഡ് ഓഫ് യുവർ സെൽഫ്. കേൾക്കണേ, നിങ്ങളുടെ സ്വയത്തിൽ നിന്ന് നിങ്ങൾ വീൻഡാവും. വീൻഡ് എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആകും. സ്വയത്തിൽ നിന്നുള്ളൊരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. എന്തുവാ ഇത്? 131 സങ്കീർത്തനം 2-ാം വാക്യം. യഹോവയെ എൻ്റെ ഹൃദയം, ഇവിടെയുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച്, എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ച്. യഹോവയെ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നുമില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതലെന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആയിരിക്കും. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് എൻ്റെ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. ചെയ്യാവുന്ന കാര്യമൊക്കെ ചെയ്യാൻ മേലാത്തത് ചെയ്യാതിരിക്കുക, ചെയ്യാവുന്നത് ചെയ്യുക. ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർ ചിലർ എന്നെ ഉപദേശിക്കാറുണ്ട്, പാസ്റ്റർ പ്രസംഗത്തിലും പഠിപ്പിക്കുന്നതിലുമൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം എൻ്റെ തിരിച്ചറിവില്ലായ്ക അതിൽ പ്രകടമാകുമ്പം ചിലർ നല്ല ഉപദേശം തന്നതാകട്ടോ. അതുകൊണ്ട് പാസ്റ്റർ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി? പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്താൽ. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ എൻ്റെ ഹൃദയം ഗർവിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങൾ, അതിൽ ഞാൻ പലതും എൻ്റെ ബുദ്ധിക്കെത്താത്തതാണ്. കുഞ്ഞുണ്ണി ചഞ്ചരിക്കുന്നു. നമ്മൾ ഒരുപാട് ഈ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളിലെല്ലാം ഇങ്ങനെ കയറാറുണ്ട്. ഹൃദയം ഒരുപാട് നിഗളിച്ച് ഗർവിച്ച്. ഒന്ന് താലോലിച്ച് മിണ്ടാതാക്കാവോ ഇന്ന് രാവിലെ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നമ്മുടെ പ്രാണനെ ഒന്ന് താലോലിച്ച് മിണ്ടാതാക്കാം. നമ്മുടെ ഭാഷ മാറട്ടെ. നമ്മൾ സംസാരിക്കുന്ന ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാക്കും എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇന്ന് രാവിലെ ഇവിടെ? ഒരു ദരിദ്രൻ്റെ ഭാഷ നിങ്ങൾ തിരിച്ചറിഞ്ഞു വേണം ഇത് കേട്ടോ, തെറ്റായിട്ട് മനസ്സിലാക്കരുത്. ഒരു ദരിദ്രൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ദൈവം അല്ലാതെ എനിക്ക് ആശ്രയം. മനുഷ്യനിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെ പറയാം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ വി ആർ ഡ്രിവൺ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മളെ ഓടി അണയുകയാണ്. നമ്മുടെ പ്രാണനെ ഒന്ന് താലോലിച്ച് മിണ്ടാതാക്കാം. ഇനി ഞാൻ ഉയർച്ചകളുടെയും എന്നെ തന്നെ പുകഴ്ത്തുന്ന വാക്കുകളും
ഒക്കെ പറയത്തില്ലെന്നും അങ്ങനെ ചിന്തിക്കത്തില്ലെന്നും ചിന്തിക്കാതിരിക്കുവാൻ ഞാൻ ശ്രമിക്കുമെന്നും അതിനായിട്ട് പ്രാർത്ഥിക്കുമെന്നും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ സ്തോത്രം, നമ്മുടെ ഭാഷയൊന്ന് മാറാനായിട്ട് പ്രാർത്ഥിക്കും. ആവശ്യമില്ലാത്ത വീരവാദങ്ങളും ക്ലെയിംസും കൗണ്ടർ ക്ലെയിംസും ഒന്നും നമുക്ക് സ്ഥാപിക്കാനായിട്ടില്ല. സ്തോത്രം, ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, എന്നെ രക്ഷിക്കണമേ, എനിക്ക് വേറൊരു സ്ഥാനമില്ല കർത്താവേ എന്ന് പറയുന്നതാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. അത് നമുക്കുണ്ടാകണം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചും വർത്തമാനം പറഞ്ഞു ഒന്നും ഇരിക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ഭാഷയ്ക്കൊരു മാറ്റം. സ്തോത്രം, ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ. ഇതെല്ലാം പഠിക്കുന്നത് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്കിടയാകേണ്ടതിനായിട്ടാണ്. ഇന്ന് രാവിലെ അതിനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്